ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടു ലേൺ PSC എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്റ്റഡി ചാലഞ്ച് 21 ഡേയ്സ് ആരംഭിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ 9ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് പുതിയ തരത്തിലാണ് പഠിക്കാൻ പോകുന്നത്. 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നതെങ്കിലും അത് 5 ചോദ്യങ്ങളാക്കിയിട്ട് സെക്ഷനുകളായി തരംതിരിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു സെക്ഷനിൽ 5 ചോദ്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ടോട്ടൽ 4 സെക്ഷനുകൾ ഉണ്ടാകും. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ്, അതായത് ഈ പഠിച്ച കാര്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് രാത്രി 9:30 ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീഡിയോ ക്ലാസ് കാണുകയും പഠിക്കുകയും ചെയ്തിട്ട് രാത്രി എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം നടക്കാൻ പോകുന്നതിൻ്റെ ലിങ്ക്, എക്സാം മോക്ക് ടെസ്റ്റ് ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഇന്ന് പഠിക്കുകയും ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ പഠിച്ച കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഏറ്റവും അത്യാവശ്യം പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ പഠിക്കുക എന്നതും ആ ഭാഗത്തിൽ നിന്ന് PSC ഇതുവരെ ചോദിച്ച ഭാഗങ്ങൾ തിരിച്ചറിയുകയും അതിൻ്റെ കൂടെ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ പഠിക്കുകയും ചെയ്താൽ GK വിഭാഗത്തിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ ലളിതമായി പഠിക്കാൻ നമ്മൾക്ക് സാധിക്കും. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ സെക്ഷനുകളായി കുറച്ച് ചോദ്യങ്ങളാണ്. 4 സെക്ഷനുകളായി 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, മോഡൽ എക്സാമുകൾ എഴുതുക. അപ്പോൾ നമ്മുടെ പഠനം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സെക്ഷൻ 1 കേരള ചരിത്രം. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. ആനി ബസന്റാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. 1947 ഡിസംബർ 20 കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത. അടുത്ത ചോദ്യം, ഉത്തരവാദ പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് മലബാർ ജാഥ നയിച്ചത് AK ഗോപാലൻ. AK ഗോപാലനാണ് ഉത്തരവാദ പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് മലബാർ ജാഥ നയിച്ചത്. അവ നമ്മൾ കേരള ചരിത്രത്തിലെ 5 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്ഷൻ 2 കറണ്ട് അഫയേഴ്സ്. തിരഞ്ഞെടുപ്പ് പരിഷ്കരണ ബിൽ 2021. തിരഞ്ഞെടുപ്പ് പരിഷ്കരണ ബിൽ 2021 രാജ്യസഭ പാസാക്കിയ ദിവസം 2021 ഡിസംബർ 21. 2021 ഡിസംബർ 21 തിരഞ്ഞെടുപ്പ് പരിഷ്കരണ ബിൽ 2021 രാജ്യസഭ പാസാക്കിയത്. എല്ലാം ഒരു 21 ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. 2021 ഡിസംബർ 21 തിരഞ്ഞെടുപ്പ് പരിഷ്കരണ ബിൽ 2021 രാജ്യസഭ പാസാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പീപ്പിൾസ് ഡെയിലി ദിനപത്രം ഏതു രാജ്യത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്? പീപ്പിൾസ് ഡെയിലി ദിനപത്രം ഏതു രാജ്യത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചൈന. 40 ഇയേഴ്സ് വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന കൃതി രചിച്ചത്. 40 ഇയേഴ്സ് വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന കൃതി രചിച്ചത് ഡോക്ടർ A ശിവതാണുപിള്ള. 2021 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗ് ആണ് 2021 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചത്. കേരള സർക്കാർ സംരംഭക വർഷമായി ആചരിക്കുന്ന വർഷം. കേരള സർക്കാർ സംരംഭക വർഷമായി ആചരിക്കുന്ന വർഷം 2022. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ സെക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്തു.
ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഒരു ദിവസം 20 ചോദ്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ ഒരു 2 ദിവസം 40 ചോദ്യങ്ങളാവും. അപ്പം നിങ്ങളത് ഓരോ ദിവസവും ഒന്ന് റിവൈസ് ചെയ്താൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. മോക്ക് ടെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. അടുത്തത് സെക്ഷൻ 3 ഭൂമിശാസ്ത്രം. ഇന്ത്യൻ, കേരള രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 3 ഭൂമിശാസ്ത്രം. പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം. പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാന വെള്ളച്ചാട്ടമാണ് പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ്. മരക്കുന്നം ദ്വീപാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭമാണ് തുംഗഭദ്ര പദ്ധതി? ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭമാണ് തുംഗഭദ്ര പദ്ധതി? കർണാടക, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളായ കർണാടക, ആന്ധ്രാപ്രദേശ് ഇവയുടെ സംയുക്ത സംരംഭമാണ് തുംഗഭദ്ര പദ്ധതി. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപ. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപ ഭരതനാട്യം. ലാസ്റ്റ് സെക്ഷൻ 4 ആണ് ഇന്ത്യൻ ചരിത്രം. സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട കൃതി. സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട കൃതി എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ. സത്യശോധക് സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം. സത്യശോധക് സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1873. ബന്ദി ജീവൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ബന്ദി ജീവൻ എന്ന കൃതി രചിച്ചത് ആരാണ്? സജീന്ദ്ര സന്യാൽ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന പേര്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന പേര് നഗോഡകൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപം പഹാരിയ കലാപം. അപ്പം നമ്മൾ 4 സെക്ഷനുകളിലെ ഓരോ സെക്ഷനിലും 5 വീതം ചോദ്യങ്ങൾ പഠിച്ചു. 20 ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ രാത്രി ഇതിൻ്റെ മോക്ക് ടെസ്റ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനി ഈ സെക്ഷനിൽ തന്നെ വേറൊരു സെക്ഷനും കൂടിയുണ്ട്. പഠിച്ചത് ഓർമ്മിക്കാൻ ക്വിക്ക് റിവിഷൻ. അതായത് ഈ വീഡിയോയിൽ പറഞ്ഞതും ഈ ഭാഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു മോക്ക് ടെസ്റ്റ് ഇപ്പോൾ തന്നെ ഉണ്ടാകും. ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.